ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ്. വിശേഷ ദിവസങ്ങളിലും വിരുന്ന സദ്യകളിലും മധുരപലഹാരം കൂട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൈസൂർ പാക്ക്. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാം. മൈസൂർ പാക്ക് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന അളവ് ശ്രദ്ധിച്ച് വെക്കണം. 1 കപ്പ് കടലമാവ് നമുക്ക് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വറുത്ത് കോരിയെടുക്കുക. അധികം കരിയണ്ട. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇപ്പോൾ കടലമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 കപ്പ് ഓയിൽ എടുക്കുക. അത് ചൂടാക്കി എടുക്കണം. കടലമാവ് എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് എടുക്കുക. ഒന്നിന് 2. 1 കപ്പ് കടലമാവാണെങ്കിൽ 2 കപ്പ് ഓയിൽ, അതുപോലെ 2 കപ്പ് പഞ്ചസാര. ഇങ്ങനെയാണ് അതിൻ്റെ അളവ്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യിൽ ഉണ്ടാക്കുന്നെങ്കിൽ വളരെ ഉത്തമം. നമ്മൾ നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നെയ്യിൻ്റെ കുത്തുള്ളതുകൊണ്ട് ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ സൺഫ്ലവർ ഓയിൽ മാത്രം ഉപയോഗിക്കുക. വെളിച്ചെണ്ണയോ കടലെണ്ണയോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് 2 ബൗളുകളിലേക്ക് മാറ്റാം. ചൂട്ടോടെ ഒഴിക്കരുത്. ആറിയ ശേഷം ഒഴിക്കുക. കുറച്ച് ചൂടാറിയ ശേഷം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് പഞ്ചസാര എടുക്കുക. അതൊരു ബൗളിലേക്ക് മാറ്റുക. കടലമാവ് എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ പഞ്ചസാരയും ഓയിലും എടുക്കേണ്ടത്. അതൊരു പാനിലേക്കിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കത് പഞ്ചസാര ലായനി തയ്യാറാക്കാം. പഞ്ചസാര മൂടണം. അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ലായനി തിളച്ചുകൊണ്ടിരിക്കട്ടെ. അതിനു മുമ്പായി നമുക്ക് നെയ്യ് തടയി വയ്ക്കാം. മൈസൂർ പാക്ക് ആക്കേണ്ട ട്രേ ആണ് ഈ ട്രേ. നിങ്ങൾക്ക് പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം എടുക്കാം. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ, ഏത് ഷേപ്പിലുള്ള പാത്രത്തിലാണോ മൈസൂർ പാക്ക് ഉണ്ടാക്കേണ്ടത് ആ പാത്രം ഇതുപോലെ നെയ്യ് തടയി വയ്ക്കുക. പെട്ടെന്ന് നെയ്യ് തടവാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം തന്നെ തടയി വയ്ക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് 1 കപ്പ് ഓയിൽ വെച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. കട്ടയില്ലാതെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇതല്ലാതെ നമുക്ക് പഞ്ചസാര ലായനി തന്നെ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ മൈസൂർ പാക്ക് ഉണ്ടാക്കാം. പക്ഷെ അത് ചിലപ്പോൾ കട്ട പിടിക്കും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കട്ടയില്ലാതെ നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമുക്ക് പഞ്ചസാര ലായനി ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു നൂൽ പരുവെന്നാണ് പറയുക, ഒരു കമ്പി നൂൽ പരുവം. ഇപ്പോൾ ഏകദേശം ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ്, ഓയിലും കടലമാവും കൂടി കലക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് പഞ്ചസാര ലായനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിടരുത്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കും. ഈ ഇളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ 1 കപ്പ് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഓയിൽ നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് 2 കപ്പാക്കി വെച്ചത്. അതിൽ1 കപ്പ് നമ്മൾക്ക് കടലമാവിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു. മറ്റേ കപ്പ് 1 കപ്പ്
ഓയിലുണ്ട്, ആ 1 കപ്പ് ഓയിലിൽ നിന്നും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് ഓയിൽ, അതാണ് കണക്ക്. 2 കപ്പ് നെയ്യ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്, 2 കപ്പ് നെയ്യ്. അപ്പോൾ ചിലപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നെയ്യിൻ്റെ കുത്തുള്ളതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല നെയ്യിൻ്റെ സ്മെല്ല്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലെ സൺഫ്ലവർ ഓയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ഇളക്കുന്നത് വിടാനേ പാടില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കണം, ചെറിയ തീയിൽ ഇളക്കണം. ഇപ്പോൾ കംപ്ലീറ്റും ഓയിലും ഒഴിച്ച് കഴിഞ്ഞു. ഓയിലാണ് ഇത് ഫ്രൈ ആയി വരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയോ മറ്റുള്ള എണ്ണയൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ, സ്മെല്ലില്ലാത്ത ഓയിൽ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് നമ്മൾ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ട്രെയിലേക്ക്, നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന ട്രെയിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ചെയ്യണം, കെയർഫുള്ളായിട്ട് ചെയ്യണം. പെട്ടെന്ന് ഇത് സെറ്റായി പോവും, അത് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ നെയ്യൊക്കെ തേച്ച് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിൽ ചെയ്താലും മതി. നമുക്കതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഏകദേശം മൈസൂർ പാക്ക് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഒരു 15 മിനിറ്റോളം തണുക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കാം. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതേപോലെ ചെറിയൊരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മൈസൂർ പാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു കലർപ്പും ഇല്ലാതെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാം. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.